അന്നനാളം. ഇവിടെ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നേരെ ആമാശയത്തിലേക്ക് പോകണമെങ്കിൽ അന്നനാളം വഴിയാണ് പോവുക. നമ്മുടെ മൊത്തം ദഹന വ്യവസ്ഥയിൽ ആമാശയത്തിൽ മാത്രമേ ആസിഡ് ഉള്ളൂ. വായ, അന്നനാളം, ചെറുകുടൽ, വൻകുടൽ ഇവിടെയെല്ലാം സ്രവങ്ങളെന്ന് പറയുന്നത് ക്ഷാരഗുണമുള്ളവ, ആൽക്കലൈൻ ആണ്. അന്നനാളത്തിലെ അർബുദം വളരെ നേരത്തെ കണ്ടുപിടിച്ചാലും ഇപ്പോഴും വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് മുറിച്ചു മാറ്റിയിട്ട് പകരം അവിടെ ഒന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. റേഡിയേഷൻ കൊടുക്കാൻ തന്നെ പുറകിലൂടെ സുഷുമ്നാ നാഡി കടന്നു പോകുന്നതുകൊണ്ട് അവിടെയും ചില വിട്ടുവീഴ്ചകൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, സാധാരണ ഭക്ഷണം പോകുന്ന ഈ കുഴൽ, അന്നനാളത്തിന് കീഴ്ഭാഗത്ത് ഒരു അടപ്പുണ്ട്, സ്ഫിങ്ക്റ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ഈ സ്ഫിങ്ക്റ്റർ, ഈ അടപ്പ് മുറുകി ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഭക്ഷണം പോകുമ്പോൾ ഇത് തുറന്നു കൊടുത്തു. ഇനി ഭക്ഷണം കഴിച്ച് തീരുമ്പോൾ അടപ്പ് മുറുകിക്കഴിഞ്ഞാൽ ആമാശയത്തിൽ ഭക്ഷണവും ആസിഡും കൂടെ കെട്ടിമറിയുകയാണ്. കാരണം ആമാശയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും തന്നെ ഒരു സംഗതി മുകളിലോട്ട് വരാൻ പാടുള്ളതല്ല. പക്ഷേ ഈ അടപ്പ്, സ്ഫിങ്ക്റ്റർ മര്യാദയ്ക്ക് മുറുകിയിട്ടില്ല. ചില ആൾക്കാരിൽ കുറച്ച് അയഞ്ഞിട്ട് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ ഒരു ഭാഗം ശ്വാസകോശത്തിനിടയിലേക്ക് പോയിരിക്കുന്ന അവസ്ഥ, ഹയാറ്റസ് ഹെർണിയ, ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ കുറച്ച് ആസിഡും ഭക്ഷണവും കൂടെ നെഞ്ചത്തേക്ക് തിരിച്ചു കയറി വരും. നമ്മൾ പറയും പുളിച്ച് തകിട്ടൽ. ഈ പുളിച്ച് തകിട്ടിലുള്ളത് ആസിഡാണ്. ഇതിനെ ചെറുക്കുവാനുള്ള ശേഷി അന്നനാളത്തിലെ കോശങ്ങൾക്കില്ല. കാരണം അവ ആൽക്കലൈൻ, ക്ഷാരഗുണമുള്ള സ്രവങ്ങളാണ് പുറപ്പെടുവിക്കുക. നിരന്തരം ആസിഡ് വീഴുമ്പോൾ അന്നനാളത്തിലെ ഈസോഫാഗസിലെ കോശങ്ങളുടെ രൂപം മാറും, ഭാവം മാറും. ഒടുവിൽ അത് അർബുദത്തിലേക്ക് നയിക്കും. ഈ ഒരു അവസ്ഥ സാധാരണഗതിയിൽ 50 വയസ്സ് കഴിഞ്ഞുണ്ടാകുന്ന ഈ ഒരു അവസ്ഥ നേരത്തെ കണ്ടുപിടിച്ചിട്ട് ഞാൻ വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്. പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? തടയാം. പുളിച്ച് തകിട്ടൽ, നെഞ്ചിരിച്ചിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഹയാറ്റസ് ഹെർണിയ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു സർജിക്കൽ കറക്ഷൻ, ശസ്ത്രക്രിയയിലൂടെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആമാശയത്തിൽ അൾസർ വരുന്ന, വ്രണം വരുന്ന രോഗികളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും O പോസിറ്റീവ് രക്തഗ്രൂപ്പുകാരായിരിക്കും. എന്നാൽ ആമാശയത്തിൽ ക്യാൻസർ വരുന്ന രോഗികളിൽ ബഹുഭൂരിപക്ഷം A പോസിറ്റീവാണ്. രക്തഗ്രൂപ്പും ചില അസുഖങ്ങളുമായിട്ട് ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ട്. എനിവേ, ഈ പുളിച്ചിതകെട്ടിൽ നെഞ്ചിരിച്ചിലുള്ള ആൾക്കാർ ഇതിനെ കാര്യമാക്കാതെ കൊണ്ടു നടന്നാൽ നിരന്തരമായ സമ്പർക്കം, വർഷങ്ങൾ കൊണ്ട് ഇതുപോലെയുള്ള ആസിഡ് സ്വന്തം അന്നനാളത്തിൽ വീണ് കഴിഞ്ഞാൽ അവിടുത്തെ കോശങ്ങൾക്ക് രൂപം മാറും, ഭാവം മാറും. അതാണ് നമ്മളീ കാണുന്നത്. മനുഷ്യൻ്റെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH എത്രയാണെന്ന് ചോദിച്ചാൽ, നമ്മളെ മൂല്യം എത്രയാണെന്ന് വെച്ചാൽ 2 ആണ്. അത്രത്തോളം തീവ്രമാണ് ആസിഡിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അത് ഇവിടെ വീഴുമ്പോൾ ഇതിന് താങ്ങാനുള്ള കരുത്തൊന്നുമില്ല. ഈ പുളിച്ചിതകെട്ടിലും നെഞ്ചിരിച്ചിലുമായിട്ട് അത് വലിയ കുഴപ്പമില്ല എന്ന മട്ടിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അവർക്കാണ് ഈ പ്രശ്നം. ഒപ്പം ഇതിനെ കൂട്ടുന്ന, അല്ലെങ്കിൽ എരിച്ചിലിനെ കൂട്ടുന്ന ഘടകങ്ങൾ, ഇപ്പോൾ വലിയ മദ്യപാനം, എരിവ് പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ കഴിക്കുക, അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുക, ആൻഷൈറ്റി, ഇതൊക്കെ ആ ആസിഡിൻ്റെ ഉൽപ്പാദനത്തിനെ കൂട്ടുന്ന ഘടകങ്ങളാണ്. ഒഴിവാക്കുക.